നമസ്കാരം. എല്ലാവർക്കും കണക്കിലെ കിടിലൻ എളുപ്പവഴികൾ എന്നുള്ള സെക്ഷനിലെ പാർട്ട് 2ലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ ആൻസർ വളരെ സിമ്പിളാണ്. അത് വലിയ ചോദ്യം കാണുമ്പോൾ നമുക്കൊന്ന് പേടിയാകും, പക്ഷേ ഉത്തരം വളരെ സിമ്പിളാണ്. നമുക്ക് ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. 3869 രൂപയ്ക്ക് 7.25% പലിശ നിരക്കിൽ 9.5 വർഷത്തേക്കുള്ള സാധാരണ പലിശയും അതേ തുകയ്ക്ക് 9.5% പലിശ നിരക്കിൽ 7.25 വർഷത്തേക്കുള്ള സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇതാണ് ചോദ്യം. നമ്മളെന്ത് ചെയ്യും? I=PNR വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കും. 2 തവണ പലിശ കണ്ടുപിടിച്ച് നോക്കും. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ, ഈ ക്വസ്റ്റിൻ്റെ ശരിയായ ഉത്തരം 0 എന്നാണ്. ഇവിടെ യാതൊരു സ്റ്റെപ്പിൻ്റെയും ആവശ്യം ഇല്ല. എന്താണ് സംഭവം നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു നിശ്ചിത തുകയ്ക്ക് X% പലിശ നിരക്കിൽ Y വർഷത്തേക്കുള്ള സാധാരണ പലിശയും അതേ തുകയ്ക്ക് Y% പലിശ നിരക്കിൽ X വർഷത്തേക്കുള്ള സാധാരണ പലിശയും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ട് ആ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് അതിൻ്റെ കാരണം. നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങളെ, 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള സാധാരണ പലിശയും അതേ തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ടൊന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ആദ്യമേ 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള സാധാരണ പലിശ കണ്ടുപിടിക്കും. അതിന് I=PNR/100 ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. n എത്രയാണ്? 5 ആണ്. അതുപോലെ r എത്രയാണ്? 10 ആണ്. അപ്പോൾ n × r വെറുതെ കണ്ടുപിടിക്കുക. n × r എന്ന് പറഞ്ഞാൽ 5 × 10 എത്ര വരും? 50 എന്ന് വരും. n × r 50 ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ 50% കണ്ടുപിടിച്ചാൽ മതി. അതായത് 8000ൻ്റെ 50%. 8000ൻ്റെ 50% എത്രയാ? 8000/2 എത്ര വരും ആൻസർ? 4000. അതായത് 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള സാധാരണ പലിശ 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള സാധാരണ പലിശ 4000 രൂപയാണ്. അതുപോലെ 8000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണുമ്പോഴും ഈ 5ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ 50 അല്ലേ വരിക? തന്നിരിക്കുന്ന സംഖ്യയുടെ 50% എത്രയാ? 4000. അപ്പോൾ രണ്ടിടത്തും പലിശ കിട്ടുന്നത് 4000 അല്ലേ? അപ്പോൾ ആ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള സാധാരണ പലിശയും അതേ തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള സാധാരണ പലിശയും എങ്ങനെയാണ്? തുല്യമാണ്. അപ്പോൾ തുല്യമായതുകൊണ്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത്രയുള്ള സംഭവം. അത് n × r മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സാധാരണ പലിശ കണ്ടുപിടിക്കാൻ പറ്റും. വെറുതെ നിങ്ങൾ I=PNR വെച്ച് വെറുതെ സമയം കളയണ്ടേ. കാരണം ഇവിടെ 10ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോൾ 50 അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? മുകളിൽ 4000 കിട്ടും, താഴെയും 4000 കിട്ടും. 4000 തമ്മിലുള്ള വ്യത്യാസം 0. ഓക്കെ, അതുപോലെ തന്നെ 4444 രൂപയ്ക്ക് 2.5% പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള സാധാരണ പലിശ 4444 രൂപയ്ക്ക് 2.5% പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണണം. അതായത് നമ്മളിവിടെ ഈ 2.5ഉം 10ഉം കൂടെ ഗുണിക്കുമ്പം 2.5 × 10 25 അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ 25% കണ്ടാൽ മതി. 4444ൻ്റെ 25% എത്രയാണ്? 25% കാണാനുള്ള ഷോർട്ട് കട്ട് എന്താ? ഏതെങ്കിലും സംഖ്യയുടെ 25% കാണാൻ വെറുതെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 4444/4. നമ്മുടെ ആൻസർ എത്രയാണ്? 1111. ക്ലിയർ ആയോ? അതായത് 4444 രൂപയ്ക്ക് 2.5% പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള സാധാരണ പലിശ 1111. അതുപോലെ 4444 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2.5 വർഷത്തേക്കുള്ള സാധാരണ പലിശയും എത്രയാണ്? 1111. അപ്പോൾ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 0. അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ റൂൾ ഇങ്ങനെയാണ്. ഒരു നിശ്ചിത തുകയ്ക്ക് X% പലിശ നിരക്കിൽ Y വർഷത്തേക്കുള്ള സാധാരണ പലിശയും അതേ തുകയ്ക്ക്, തുക മാറല്ലോ കേട്ടോ, അതേ തുകയ്ക്ക് Y% പലിശ നിരക്കിൽ X വർഷത്തേക്കുള്ള സാധാരണ പലിശയും തുല്യമായിരിക്കും. അല്ലേ? തുല്യമായിരിക്കും.
അതായത് പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റൂള് മനസ്സിലായല്ലോ. ഓക്കെ, ഈ റൂള് നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി കുഞ്ഞുങ്ങളെ. 3869 രൂപയ്ക്ക് 7.25% പലിശ നിരക്കിൽ 3869 രൂപയ്ക്ക് 7.25% പലിശ നിരക്കിൽ 9.5 വർഷത്തേക്കുള്ള സാധാരണ പലിശയും അതേ തുകയ്ക്ക് 9.5% പലിശ നിരക്കിൽ 7.25 വർഷത്തേക്കുള്ള സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ജസ്റ്റ് 0 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യവുമില്ല. വെറുതെ നമ്മൾ ആ N×R മെത്തേഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. കുഞ്ഞുങ്ങളെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു കിഡിലൻ ഷോർട്ട് കട്ടുമായി വീണ്ടും കാണാം. താങ്ക് യു.